എൻ്റെ പേര് ഷാജു. ഞാൻ സർക്കാർ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 28 വർഷം സർവീസ് കഴിഞ്ഞു. ബാക്കി ഒരു 3 വർഷം കൂടി ബാലൻസ് ഉള്ളപ്പോൾ ഞാനത് VRS എടുത്ത് ഞാൻ നേരത്തെ ഒരു ഡിഗ്രി ചെയ്തിട്ടുണ്ട്, ഒരു PG ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററിയിൽ. പിന്നെ പഠിക്കണമെന്നൊരാഗ്രഹം തോന്നി. അത് ഒരുപാട് കാലമായിട്ട് തോന്നിയതാണ്. പിന്നെ ഈ സർക്കാർ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മിഷണറി പോലെയാണ്. മലയാറ്റ രാമകൃഷ്ണന്റെ പുസ്തകത്തിലെ യന്ത്രം തന്നെയാണ് എന്നുള്ള ലാഭം, പ്രഷർ, മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട്. പക്ഷെ നമ്മളത് കഴിഞ്ഞിട്ട് ഒരു നിമിഷം നമ്മളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ചെറിയതായിട്ടൊരു പുസ്തകം വായിക്കുന്ന ശീലമുണ്ട്. PM കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ക്രിട്ടിക്കുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ സാഹിത്യ വേർപെടുന്ന പുസ്തകം വായിച്ചപ്പോൾ വിശ്വ സാഹിത്യത്തിൽ ഒരുപാട് ബോർഗേസ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ രചനകളെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഇംഗ്ലീഷിന്റെ ചെറിയ സെന്റൻസ് വരെ വായിച്ച് നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം തന്നെ അതിന്റെ മലയാള വിവരണം കൊടുത്തയുടെ കാരണം കൊണ്ടാണ്. അതൊരു ഹൈഫൈ ഇംഗ്ലീഷ് ആയ കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലാംഗ്വേജിൽ നമുക്കതിന് അത്ര പ്രാവീണ്യം ഇല്ലാത്ത കൊണ്ടായിരിക്കാം നമുക്കത് വായിക്കാൻ പറ്റുന്നില്ല എന്നല്ല, വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് പഠിക്കാൻ തീരുമാനിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചു എന്നർത്ഥം. ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. ഒരു വാശിയായിട്ട് എടുത്തിരിക്കുന്നു. നിങ്ങളുടെ പിന്നെ എല്ലാ പ്രോഗ്രാംസും വളരെ അധികമായിരുന്നു. ആക്സിഡന്റലി ഞാനിതിൽ വന്നതാണ്, ഈ പ്ലാറ്റ്ഫോമിൽ വന്നതാണ്. അത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്ര വലിയ ഇതുള്ളതല്ല. പക്ഷെ എങ്ങനെയും എനിക്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഭവിഷ്യത്തുകളെ കുറിച്ച് അറിയാവുന്ന കാരണം കൊണ്ട്, സർവീസിലിരുന്ന കാരണം കൊണ്ട് എങ്ങനെയോ വന്നു. ഇതിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ ലേണേഴ്സിൽ അത് വന്നു വീടും. ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊന്നും അറിയില്ല. അപ്പൊ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി. പിന്നെ നിങ്ങളുടെ എപ്പോഴും സപ്പോർട്ടിനുകൾ പോലും നിങ്ങളുടെ ഈ ഇതിന്റെ ഫോളോ അപ്പ് ആണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും നല്ല രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള, അതായത് ഒരു പഴുതടച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് പഠിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.